കാലത്തിന് ധൃതിയില് ഇന്നലെ കടത്തിക്കൊണ്ടുപോയ പോത്തിന്റെ കാശ് വാങ്ങാൻ പോണായിരിക്കും അല്ലേ? എന്താടാ ചോദിച്ചു കേട്ടില്ലേ? എന്താ മിണ്ടാത്തെ? നീ എവിടെ കട പോത്തിനെ കടത്തിക്കൊണ്ട് പോയത്? എന്റെ സാറേ, ഞാൻ പോത്തിനൊന്നും മോഷിച്ചിട്ടില്ല. ആ സേവിയർ എനിക്കെതിരെ പരാതി കൊടുത്തു പറഞ്ഞു. അത് ചോദിക്കാൻ പോവാ. സേവിയറിന്റെ അടുത്തൊക്കെ നമുക്ക് പിന്നെ പോകാം. തൽക്കാലം നീ ജീപ്പിൽ കയറ്. അതന്നെ സാറേ, കട്ടവനെ കിട്ടിയില്ലേ കിട്ടിയവനെ പൊക്കണത് ഏർപ്പാട്. പോലീസിനെ പണി പഠിപ്പിക്കുന്നതാ ഇങ്ങോട്ട് പിടിച്ച് കേട്ടോ അങ്ങോട്ട് കേട്ടോ. ആ പോലീസിനെ പണി പഠിപ്പിക്കാൻ സാറേ, ആനണി ഇതുവരെ ആരോടും നിർബന്ധം കാണിച്ചിട്ടില്ലട്ടാ. എന്നെ കള്ളനാക്കാൻ നോക്കിയ സേവിയറെ കൊല്ലി ഞാൻ എന്താടാ നിനക്ക് ജീപ്പിൽ കയറാൻ ഒരു മടി? സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ സാറേ ചെയ്തിട്ടില്ല. പോലീസ് കളിക്കണ. സാറേ, ആ ബൈക്കിന്റെ കേസ് നോക്കി തരണല്ലോ. ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഞാനും പോയി സംസാരിച്ചോട്ടെ. ഇപ്പൊ വീട്ടിൽ പോയിക്കോ. ജാമ്യവ്യവസ്ഥകളൊക്കെ ഓർമ്മയുണ്ടല്ലോ? ആ, ഓക്കെ. ചേട്ടാ വാടാ. സാറേ, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാ സാറിനെ അകത്ത് കയറ്റിയതും നല്ല പോലെ തലോടിയതും. അതെന്റെ ഉള്ളില് എന്നും ഉണ്ടാവും. കേസ് തെളിയിക്കാൻ ഞങ്ങൾക്ക് പല മാർഗങ്ങളുണ്ട്. അപ്പൊ ചോരത്തിളപ്പ് കാണിച്ച ഞങ്ങളുടെ കൈ വെറുതെ ഇരിക്കില്ലെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എന്റെ ഞരമ്പിൽ ഓടണതേ പാപ്പറത്ത് കുഞ്ഞച്ചന്റെ ചോരയാ. അത് തിളച്ച അത്ര പെട്ടെന്നൊന്നും ആറില്ല സാറേ. തിളപ്പ് മാറ്റുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നീ എടുപ്പിക്കരുത്. മര്യാദക്ക് നടന്നാ നിനക്ക് നല്ലത്. അല്ലാതെ പഴയ ഓൾഡേജ് ഗുണ്ടകളെ പോലെ പോലീസിന്റെ നെഞ്ചത്ത് കയറി നടന്നുണ്ടല്ലോ മോനെ, നീ വെവ്വേററിയും. ഈ കാക്കിക്കും അത് ഇടുന്നവനും പവർ വേറെയാ, പ്രത്യേകിച്ച് ഈ സ്റ്റേഷനിലുള്ളവർക്ക്. അപ്പൊ കാണാ സാറേ. കേറാ.